ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. ഈ ചോദ്യപേപ്പറിൽ എ, ബി, സി, ഡി എന്നീ വിഭാഗങ്ങളിലായി 18 ചോദ്യങ്ങളാണുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എന്നാൽ 5, 11, 12, 13, 18 ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സ് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ എ ആണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെൻസുകളെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. എല്ലായ്പ്പോഴും മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നു. പവർ നെഗറ്റീവ് ആയിരിക്കും. പ്രതിബിംബത്തിന്റെ ആവർത്തനം നെഗറ്റീവ് ആയിരിക്കും. ഇവയിൽ കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മൾ കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും ഓരോരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. എല്ലായ്പ്പോഴും മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു. യെസ്, കോൺകേവ് ലെൻസുകൾ എന്താ? എല്ലായ്പ്പോഴും മിഥ്യാ പ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത്. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നു? ഇല്ല. അതാരായിരുന്നു ഉണ്ടാക്കാറ്? നമ്മളുടെ കോൺവെക്സ് ലെൻസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇത് വരില്ല. പവർ നെഗറ്റീവ് ആയിരിക്കും. യെസ്, നമ്മളുടെ കോൺകേവ് ലെൻസിന്റെ പവർ എന്താ? നെഗറ്റീവ് ആയിരിക്കും. പ്രതിബിംബത്തിന്റെ ആവർത്തനം നെഗറ്റീവ് ആയിരിക്കും. ആണോ? മിഥ്യ ആവുമ്പോൾ ആവർത്തനം നെഗറ്റീവ് ആവോ? ഇല്ല. യഥാർത്ഥമാവുമ്പോൾ മാത്രമാണ് ആവർത്തനം നെഗറ്റീവ് ആവുന്നത് അല്ലെ. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഏതാ? 1ഉം 3ഉം അല്ലെ. നമ്മളുടെ ഓപ്ഷനിൽ 1ഉം 3ഉം ഉണ്ടോ? യെസ്, ഓപ്ഷൻ സിയിലുണ്ട് അല്ലെ, 1ഉം 3ഉം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗത്തെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു എന്തിനെ സംബന്ധിച്ച്? തരംഗത്തെ സംബന്ധിച്ച്. തരംഗങ്ങളുടെ സവിശേഷതകളൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. നമുക്ക് നോക്കാം. തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കൂടുന്നു. തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി മാറ്റമില്ലാതെ തുടരുന്നു. തരംഗ ദൈർഘ്യം കുറയുമ്പോൾ ആവൃത്തിയും കുറയുന്നു. നമ്മൾ ആവൃത്തിയെയും തരംഗ ദൈർഘ്യത്തിനെയും എങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇങ്ങനെയല്ലേ അല്ലെ. എഫ് ഈസ് എങ്ങനെയാണ്? ഒരേപോലെയാണോ? അല്ല, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/λ ആണ്. അപ്പൊ എഫ് കൂടുകയാണെങ്കിൽ ലാംഡയ്ക്ക് എന്താ സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. എഫ് കുറയുകയാണെങ്കിൽ ലാംഡ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺകേവ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിച്ചിരിക്കുന്നു. പ്രകാശരശ്മിയുടെ ശരിയായ പാത സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ്? ഇത് 4 ചിത്രത്തിൽ ഏതാണുള്ളത്? നമ്മളുടെ കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺകേവ് ആണെങ്കിൽ സംവ്രജിപ്പിക്കില്ല. എന്താണ് ചെയ്യുക? വിവ്രജിപ്പിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫോക്കസിലൂടെ പോവോ കോൺകേവ് ലെൻസിന്? ഇല്ല. ഇവിടെയോ? ഇതും ഇല്ല. ഇതും എങ്ങനെയാണ്? സംവ്രജിപ്പിക്കാണ് അല്ലെ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? അത് തന്നെയാണുള്ളത്. അപ്പൊ ഇതും വരില്ല. ഇവിടെ നോക്ക്, നമ്മൾ പഠിച്ച സെയിം സാധനം അല്ലെ, ടെക്സ്റ്റിലുള്ള അതേ കാര്യം തന്നെ തന്നിട്ടുണ്ട് അല്ലെ. എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വിവ്രജിച്ചിട്ടുണ്ട് അല്ലെ. ഈ വിവ്രജിച്ചത് നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ആണ് കിട്ടുക അല്ലെ. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വായുവിൽ നിന്നും പ്രിസത്തിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. പ്രിസത്തിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ ഉള്ള നമ്മൾ കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനെ പറ്റിയിട്ടുള്ള 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ് ശരി എന്നാണ് നോക്കാനായിട്ട് പറഞ്ഞത്. നമുക്ക് നോക്കാം. മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെ മാത്രം ആശ്രയിക്കുന്നു. ആണോ? അങ്ങനെയാണോ ഉള്ളത്?
അല്ല, അങ്ങനെ മാത്രമല്ല. പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെ മാത്രമാണോ ആശ്രയിക്കുന്നത്? അല്ല. പ്രകാശവർണ്ണത്തിന്റെ തരംഗ ദൈർഘ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. മാത്രമാണോ? അല്ല. തരംഗ ദൈർഘ്യത്തെ മാത്രമാണോ? അതും അല്ല. മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെയും പ്രകാശവർണ്ണത്തിന്റെ തരംഗ ദൈർഘ്യത്തെയും ആശ്രയിക്കുന്നില്ല. ആശ്രയിക്കുന്നില്ലല്ലോ. അങ്ങനെയാണോ? അല്ല, അതും തെറ്റാണ്. മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെയും പ്രകാശവർണ്ണത്തിന്റെ തരംഗ ദൈർഘ്യത്തെയും ആശ്രയിക്കുന്നു. യെസ്, അത് കറക്റ്റ് ആണ് അല്ലെ. മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തിനെയും പ്രകാശവർണ്ണത്തിന്റെ തരംഗ ദൈർഘ്യത്തെയുമാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 കറക്റ്റ്. അപ്പൊ ഇതിൽ ഏതാണ് വന്നിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ 4 മാത്രം അല്ലെ. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്ഷൻ ബിയിലോട്ടേക്ക് പോവാണ്. 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 5, 11 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. അപ്പൊ 5നും 11നും എന്തുണ്ട്? 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് എഴുതാനായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് അറിയാന്നുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യുക കേട്ടോ. എ ആണോ ബി ആണോ നോക്കിയിട്ട്. അപ്പൊ 5A നോക്കാം. കണ്ണട വാങ്ങാനായി ഡോക്ടർ നൽകിയ കുറിപ്പിൽ +1.00D എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഈ കുറിപ്പിൽ എന്തിനെയായിരിക്കും സൂചിപ്പിച്ചത്? യെസ്, എന്തിനെയായിരിക്കും? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. എന്തിനെയാണ്? പവറിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ ഡി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡി എന്തിനാ സൂചിപ്പിക്കുന്നത്? പവറിന്റെ യൂണിറ്റ് ആയ ഡയോപ്റ്റർ അല്ലെ. ഡയോപ്റ്ററിനെയാണ് എന്ത് സൂചിപ്പിച്ചിട്ടുള്ളത്? ഈ ഡി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏത് തരം ലെൻസ് ആണ് കണ്ണടയിൽ ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഏത് തരം ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കോൺ എന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. കോൺവെക്സ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ഇവിടെ പ്ലസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. പവർ പോസിറ്റീവ് ആവുമ്പോൾ ആരുടെ ആയിരിക്കും അത്? കോൺവെക്സ് ആയിരിക്കും അല്ലെ. പവർ നെഗറ്റീവ് ആരുടെ ആയിരിക്കും? നമ്മളുടെ കോൺകേവ് ലെൻസിന്റെയും ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 5A കഴിഞ്ഞിരിക്കുന്നു. ഇനി 5B നോക്കാം. ഓക്കെ, ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിലെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? കാർട്ടീഷ്യൻ ചിഹ്നരീതി ഉപയോഗിക്കുക. ഇവിടെ എന്താണ്? ഒരു കോൺവെക്സ് ലെൻസിന്റെ വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഇവിടെ തന്നിട്ടുണ്ട്. എന്ത് കാണാനാ പറഞ്ഞത്? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എഫ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യു തന്നിട്ടുണ്ട് അല്ലെ. യു എന്തായിരിക്കും? 20 ആണോ വരാ? അല്ല. എന്താണ്? -20 ആണ് വരാ അല്ലെ. ചിഹ്നം ഇടുന്നതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഇത് വസ്തുവാണ്. വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മി ഇങ്ങനെയാണ് പോവാ. ഏതൊരു വസ്തുവിനെയോ അല്ലെങ്കിൽ പ്രതിബിംബമോ ആയിക്കോട്ടെ, എന്തിനേയും നമ്മൾ അളക്കുന്നത് എവിടെ നിന്ന് എവിടത്തേക്കാ? പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് അളക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താ? ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചിഹ്നം ഇട്ടുകൊടുത്ത്? മൈനസ് ചിഹ്നം ഇട്ടുകൊടുത്ത്. ഇനി വി എത്രയാണ്? 80 ആണ്. അതെന്താണ്? പോസിറ്റീവ് ആണ്. കാരണം എന്താ? നമ്മളുടെ ഇൻസിഡന്റ് അല്ലെ, പതനരശ്മി ഇങ്ങനെയാണുള്ളത്. നമ്മൾ അളക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ്. രണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് പോസിറ്റീവ് വന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നോക്കിയ കാര്യമാണ് അല്ലെ. അപ്പൊ ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യാ? എഫ് കാണാം അല്ലെ. എഫിന്റെ ഇക്വേഷൻ എന്താ? 1/f = 1/v - 1/u. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ അല്ലെ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/f = 1/v എത്രയാ? 80 - u എത്രയാ? -20 അല്ലെ. -20. അപ്പൊ ഈ മൈനസ് എന്താവും? പോസിറ്റീവ് ആവും അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ താഴത്തെ ഡിനോമിനേറ്റർ സെയിം ചെയ്യണം. അതിന് എന്ത് ചെയ്യുക? LCM കാണണം അല്ലെ. 80ന്റെയും 20ന്റെയും എത്രയിൽ പോവും? 2ൽ പോവും അല്ലെ. ഇവിടെ 40 പ്രാവശ്യം പോവും, ഇവിടെ 10 പ്രാവശ്യം പോവും. ഇനി എന്തിൽ പോവും? 2ൽ പോവും. ഇവിടെ 20 പ്രാവശ്യം പോവും, ഇവിടെ 5 പ്രാവശ്യം പോവും. ഇനി നമുക്ക് 5ൽ പോവും അല്ലെ. ഇവിടെ 4 പ്രാവശ്യം പോവും, ഇവിടെ 1 പ്രാവശ്യം പോവും. അപ്പൊ എന്ത് വരും? 5 × 4 20, 20 × 2 40, 40 × 2 80. അപ്പൊ 80 ആണ് എന്ത് വരിക? നമ്മളുടെ ഡിനോമിനേറ്റർ വരിക. അപ്പൊ ഇവിടെ എന്തെങ്കിലും ആക്കാനുണ്ടോ? ഇല്ല. ഇവിടെ 80 തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1 തന്നെ. ഇവിടെ എത്ര കൊണ്ട് ചെയ്യണം? × 4 കൊണ്ട് ചെയ്താലേ മാത്രമേ 80 ആവുള്ളൂ അല്ലെ. അപ്പൊ × 4.
14 എന്ന് വരും. ഈക്വൽ ടു 1/f. അപ്പോൾ 1/f = 5/80. 1/f ആണ് 5/80. അപ്പൊ f എന്തായിരിക്കും? ഇതിനെ നേരെ തിരിച്ചിടുക. അപ്പൊ f = 80/5. 80/5 നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ 8ൽ 5 ഒരു പ്രാവശ്യം പോവും, 5. 8ന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 3. ഈ 0 ഇറക്കിയിട്ട് 30ൽ 5 6 പ്രാവശ്യം പോവും അല്ലേ? അപ്പൊ ഫോക്കസ് ദൂരം എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 16 സെന്റിമീറ്റർ അല്ലേ? എത്രയാണ്? 16 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പവും പിന്നെ സമയം ലാഭിക്കാനാവുന്നതും 5A ആയിരിക്കും അല്ലേ? 5 ഡയറക്റ്റ് ആയിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഏതൊക്കെയാണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കുക, ഏതാണ് സിമ്പിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിമ്പിൾ പെൻഡുലം 10 ദോലനങ്ങൾക്ക് 40 സെക്കൻഡ് സമയമെടുക്കുന്നു. എത്രയാണ്? 10 ദോലനങ്ങൾക്ക് എത്ര സമയമെടുക്കുന്നു? 40 സെക്കൻഡ് സമയമെടുക്കുന്നു. അതിൻ്റെ പീരിയഡ് എത്രയായിരിക്കും? പീരിയഡ് ആണ് കാണേണ്ടത് അല്ലേ? പീരിയഡ് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്? T = T/N. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെയുള്ള സമയം. എന്തുകൊണ്ടാണ് നമ്മൾ ഹരിക്കാൻ പോകുന്നത്? ദോലനങ്ങളുടെ എണ്ണത്തിനെ കൊണ്ട് അല്ലേ? ആകെയുള്ള സമയത്തിന് ദോലനങ്ങളുടെ എണ്ണത്തിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 അല്ലേ? അപ്പൊ പീരിയഡ് എത്രയാണ് കിട്ടുക? 4 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഈ പെൻഡുലമായി അനുനാദത്തിലാകുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും? ഈ ഒരു പെൻഡുലത്തിന്റെ ആവൃത്തി, ഇതിന്റെ പീരിയഡ് ഇതാണ്. അപ്പൊ ഇതിന്റെ ആവൃത്തി എന്തായിരിക്കും? 1/t ആണല്ലോ അല്ലെ? f = 1/t. അപ്പൊ 1/4 സെക്കൻഡ് എന്ന് കിട്ടും. ഈ ഒരു പെൻഡുലമായിട്ട് അല്ലെ, ഈ ഒരു പെൻഡുലമായിട്ട് അനുനാദത്തിലാകുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും എന്നാ ചോദിക്കുന്നത്. അനുനാദത്തിലാവുക അല്ലെ? അനുനാദത്തിലാവുമ്പോൾ ആ മറ്റൊരു പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എത്ര തന്നെയായിരിക്കും? ഇത് തന്നെ ആയിരിക്കും അല്ലെ? ഇത് തന്നെ ആയിരിക്കും. 1/4 സെക്കൻഡ് അല്ലേ? ഹെർട്സ് ആണ്, സോറി കേട്ടോ, 1/4 ഹെർട്സ്. അപ്പോൾ മറ്റൊരു പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി ആവൃത്തി എത്രയായിരിക്കും? 1/4 ഹെർട്സ് തന്നെ ആയിരിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും വൻ ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ടല്ലോ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? സീസ്മിക് അല്ലേ? സീസ്മിക് വേവ്. ഭൂകമ്പങ്ങളുടെ തീവ്രത രേഖപ്പെടുത്തുന്നത് ഏത് സ്കെയിലാണ്? നമ്മളുടെ റിക്ടർ സ്കെയിലിലായിരുന്നു അല്ലേ? നമ്മളുടെ റിക്ടർ സ്കെയിലിലായിരുന്നു. എളുപ്പത്തിൽ 2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ലേ? 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വളരെ സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്താ? നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. കടലിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്ക്യൂബ ഡൈവർ പുറപ്പെടുവിച്ച സോണാർ സിഗ്നൽ 0.5 സെക്കൻഡിനു ശേഷം പ്രതിപദിച്ച് അദ്ദേഹത്തിന് വീണ്ടും കേൾക്കാൻ കഴിയുന്നു. ജലത്തിനുള്ളിലെ ശബ്ദത്തിന്റെ വേഗത 1500 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ സോണാർ സിഗ്നലിൽ തട്ടി പ്രതിപദിക്കാനിടയായ തടസ്സം സ്ക്യൂബ ഡൈവറിൽ നിന്നും എത്ര അകലെ ആയിരിക്കും? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ക്യൂബ ഡൈവർ ഉണ്ട്. ഇതൊരു സ്ക്യൂബ ഡൈവർ ആയിക്കോട്ടെ. ഇയാൾ എന്താ കടലിന്റെ അടിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ മുങ്ങുന്നുണ്ടാവും. അപ്പൊ ഇയാൾ എന്താ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ സിഗ്നൽ എവിടെയോ പോയി തട്ടി, ഇവിടെയാണെന്ന് വിചാരിക്കും, എവിടെയോ പോയി തട്ടി തിരിച്ച് അയാളിലേക്ക് തന്നെ എത്തിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? എത്ര അകലത്താണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ശബ്ദത്തിന്റെ വേഗത അല്ലെ? v തന്നിട്ടുണ്ട് അല്ലെ? എത്രയാണ്? 1500 മീറ്റർ/സെക്കൻഡ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? പിന്നെ സമയം തന്നിട്ടുണ്ട് അല്ലെ? സമയം എത്രയാ? 0.5 സെക്കൻഡ് അല്ലെ? ടിയും തന്നിട്ടുണ്ട്. എന്ത്? 0.5 സെക്കൻഡ്. ഈ തടസ്സം എത്ര അകലെയാണ് എന്നാ ചോദിച്ചത്. അകലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരമാണ് കാണേണ്ടത് അല്ലെ? ദൂരമാണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കാൻ d ദൂരം, അപ്പൊ തിരിച്ച് അങ്ങോട്ടേക്ക് സഞ്ചരിക്കാനും d ദൂരം ഉണ്ടല്ലോ അല്ലെ? അപ്പോൾ ഇരട്ടി അല്ലെ? ഇരട്ടി d+d 2d ആണ് വരിക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ? ദൂരം എങ്ങനെയാ കാണുക? ദൂരം
സ്പീഡ് അല്ലേ, സ്പീഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. സ്പീഡ്, വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇവിടെ എന്താ, രണ്ടിരട്ടിയാണ് അല്ലേ ദൂരമുള്ളത്, രണ്ടിരട്ടിയാണ് ദൂരമുള്ളത്. അപ്പൊ ദൂരം എങ്ങനെ കാണും, വി ഇൻറ്റു ടി, വി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2D എന്ന് കിട്ടും. അപ്പൊ ഡി എന്ത് കാണാം, ഡി കാണാൻ ഈ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ എന്ത് വരും, വി ഇൻറ്റു ടി ബൈ 2 ഇസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വി എത്രയാണ്, 1500 ഇൻറ്റു ഡി, ടി എത്രയാ, 0.5 ബൈ 2 അല്ലേ. 1500 ബൈ 2 എത്രയാ, 750 വരും. 750 ഇൻറ്റു 5 ചെയ്ത് നോക്കാം നമുക്ക്. 750, 0 ഞാൻ ബാലൻസ് വെച്ച് നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ ഒരു 5 ഉണ്ട് അല്ലേ. 5 5 25, 2 7 5 35, 35 2 37 അല്ലേ. അപ്പോൾ 3 7 5, ഒരു 0 ബാക്കി വെച്ചിനല്ലോ, ആ 0 വന്ന്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഇടണമല്ലോ, അപ്പോൾ ഒരു പോയിന്റ് കിട്ടും. അപ്പം എന്ത് വരും, 375 മീറ്ററിന് കിട്ടും അല്ലേ. 375 മീറ്റർ ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, രണ്ടഗ്രവും വലിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ലിംഗിയിലൂടെ സഞ്ചരിക്കുന്ന തരംഗരൂപമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏത് തരം തരംഗരൂപമാണ് ഇത്, ഏത് തരം തരംഗരൂപ, അനു ദൈർഘ്യ തരംഗമാണ് അല്ലെ. അനുദൈർഘ്യ തരംഗം. ഇതിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഇതിന്റെ സവിശേഷതകൾ. ഇതിൽ എന്തൊക്കെയുണ്ട്, സി അല്ലെ, കംപ്രഷനും ഉണ്ട്, പിന്നെ എന്താണ്, റാരിഫാക്ഷൻസും ഉണ്ട് അല്ലെ. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ട്. അതാണ് എന്തെന്ന്, നമ്മളുടെ അനുദൈർഘ്യ തരംഗങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മളുടെ തരംഗം ഇങ്ങോട്ടേക്കാണ് നീങ്ങുന്നതെങ്കിൽ അല്ലെ, അന്തരീക്ഷത്തിലുള്ള എന്തൊക്കെ കണികകളും ഇതിന് സമാന്തരമായിട്ടാണ് നീങ്ങുക അല്ലെ. എന്താണ് നമ്മളുടെ തരംഗ ദിശ ഇങ്ങനെയാണെങ്കിൽ അതേ ദിശയിലായിരിക്കും നമ്മളുടെ കണികകളുടെയും ചലനം അല്ലെ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. സ്ലിംഗിൽ 2 സെക്കൻഡിൽ 6 ഉച്ചമർദ്ദ മേഖലകളും 6 നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു എങ്കിൽ സ്ലിംഗിയിലെ തരംഗത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും, അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇതെന്താ, ഒരു ഉച്ചമർദ്ദ മേഖല, ഇത് നീചമർദ്ദ മേഖല അല്ലെ. അങ്ങനെ ഇതൊന്ന്, ഇതും ഒന്ന്. അപ്പൊ ഇത് രണ്ടും ഇതും അല്ലെ, ഇതും സിയും ആറും കൂട്ടിയിട്ടാണ് എന്ത്, ഒരു തരംഗം ഉണ്ടാവുന്നത് അല്ലെ, ഒരു തരംഗം ഉണ്ടാകുന്നത്. അങ്ങനെ 6 ഉച്ചമർദ്ദ മേഖലയും 6 നീചമർദ്ദ മേഖലയും ഉണ്ടാകുമ്പോൾ എന്താ, 6 തരംഗങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലെ, 6 തരംഗങ്ങളാണ് ഉണ്ടാവുന്നത്. പിന്നെ എന്താ, 2 സെക്കൻഡ് ഒന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ, ടൈം എത്രയാണ്, 2 സെക്കൻഡ് ഒന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആവൃത്തി എത്രയായിരിക്കും, യെസ് നമുക്കറിയാം എന്താണ്, 6 തരംഗങ്ങളും 2 സെക്കൻഡും ആണെങ്കിൽ 6/2 എത്ര കിട്ടും, 3 ഹെർട്സ് എന്ന് കിട്ടും അല്ലെ, 3 ഹെർട്സ് എന്ന് കിട്ടും. അപ്പോൾ 9ാമത്തെ ആൻസറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്, നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന സ്പെക്ട്രത്തിന്റെ അരികിലുള്ള വർണ്ണങ്ങളെയാണ് ചിത്രത്തിൽ പിയും ക്യൂവും സൂചിപ്പിക്കുന്നത്. പിയും ക്യൂവും ഉണ്ട്, പ്രിസം ഉണ്ട്, സൂര്യപ്രകാശം കടന്നു പോയിട്ടുണ്ട് അല്ലെ, കടന്നുപോയ പ്രിസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പി ക്യൂ എന്നീ സ്ഥാനങ്ങളിൽ കാണുന്ന വർണ്ണങ്ങൾ ഏതാണ്. ബൈഹാർട്ട് പോയി പഠിച്ച ആൾക്കാരാണെങ്കിൽ പി എന്ന് പറഞ്ഞിട്ട് എന്തിന് എഴുതി വെക്കും, റെഡിന് എഴുതി വെക്കും. ക്യൂ എന്ന് പറഞ്ഞിട്ട് ആരെഴുതി വെക്കും, വയലറ്റിന് എഴുതി വെക്കും. ആരെഴുതി വെക്കും, വയലറ്റിന് എഴുതി വെക്കും അല്ലെ. പി എന്ന് പറഞ്ഞിട്ട് ആരെഴുതി വെക്കും, റെഡിന് എഴുതി വെക്കും. ക്യൂ എന്ന് പറഞ്ഞിട്ട് ആരെഴുതി വെക്കും, വയലറ്റിന് എഴുതി വെക്കും. ശരിക്കും എന്തായിരിക്കും ഇവിടെ ഉത്തരം വരിക, നമ്മൾ പഠിച്ച എന്താണ്, ഒരു പ്രിസം ഇങ്ങനെയാണെങ്കിൽ വൈറ്റ് ലൈറ്റ് വന്നിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ഇവിടെ ആരാണ്, നമ്മളുടെ റെഡ് ആണ്, ഇവിടെ ആരാണ്, നമ്മളുടെ വയലറ്റ് ആണ്. ഇങ്ങനെയാണോ പ്രിസം വെച്ചിട്ടുള്ളത്, അല്ല. അപ്പൊ പി എന്ന് പറഞ്ഞ് റെഡും ക്യൂ എന്ന് പറഞ്ഞ് വയലറ്റും എഴുതി കഴിഞ്ഞാൽ
തെറ്റിപ്പോകും. ഇവിടെ ശ്രദ്ധിക്കണം, പ്രിസം എങ്ങനെയാണുള്ളത്, തിരിച്ചാണ് വെച്ചിട്ടുള്ളത് അല്ലെ, തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് ഡീവിയേഷൻ അല്ലെ, ഏറ്റവും കൂടുതൽ ദിശാവ്യതിയാനം സംഭവിച്ചത് ആർക്കാ? ക്യൂവിനാണ് അല്ലെ. ദിശാവ്യതിയാനം ക്യൂവിനാണ് ഏറ്റവും കുറവ് സംഭവിച്ചത്. അപ്പൊ ക്യൂയിലായിരിക്കും ആരുണ്ടാവുക? നമ്മളുടെ റെഡ് ഉണ്ടാവുക അല്ലെ, റെഡ്. പിയിലായിരിക്കും ആരുണ്ടാവുക? നമ്മളുടെ വയലറ്റ് ഉണ്ടാവുക. പിയിലായിരിക്കും നമ്മളുടെ വയലറ്റ് ഉണ്ടാവുക, ക്യൂയിലായിരിക്കും നമ്മളുടെ ആരുണ്ടാവുക? റെഡ് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. നിങ്ങൾ കണ്ടെത്തിയ വർണ്ണങ്ങൾ ഈ സ്ഥാനങ്ങളിൽ വിന്യസിക്കപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? ഇതിന്റെ കാരണം എന്തായിരിക്കും? നമുക്കറിയാം അല്ലെ, ലാംഡ. ലാംഡ എന്താ? തരംഗ ദൈർഘ്യം അല്ലെ. തരംഗ ദൈർഘ്യം മാറുമ്പോൾ, തരംഗ ദൈർഘ്യം മാറുകയാണെങ്കിൽ അല്ലെ, ഈ ഒരു ദിശാവ്യതിയാനം എന്താ? വേറെ രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലെ. തരംഗ ദൈർഘ്യം കൂടുതലുള്ളതിന് ഡീവിയേഷൻ അല്ലെങ്കിൽ ദിശാവ്യതിയാനം എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് ചുവപ്പ്, റെഡിന് എന്താണ്? ദിശാവ്യതിയാനം കുറവാണ് അല്ലെ, ദിശാവ്യതിയാനം കുറവാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ദിശാവ്യതിയാനം കുറവായത് കൊണ്ട് തന്നെ ക്യൂയിലാണ് റെഡ് വരിക, പിയിലാണ് വയലറ്റ് വരിക അല്ലെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിന്യസിപ്പിച്ചിട്ടത്? നമ്മുടെ തരംഗ ദൈർഘ്യത്തിനനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി 11th ക്വസ്റ്റ്യൻ നോക്കാം. 11th ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടുമുണ്ട്, ബി ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ ആദ്യം എ നോക്കാം. ഒരു വസ്തു കോൺവെക്സ് ലെൻസിന്റെ എഫിനും 2Fനും ഇടയിലായി വെച്ചിരിക്കുന്നു. പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം വരയ്ക്കുക. ഇത് നമ്മൾ വരച്ച് പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, പിന്നെ എഫ് ഉണ്ട്, 2F ഉണ്ട് അല്ലെ. എഫ് ഉണ്ട്, 2F ഉണ്ട്. എവിടെയാണ് ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്? വസ്തുവിനെ എഫിന്റെയും 2Fന്റെയും ഇടയിലാണ് വസ്തുവിനെ വെച്ചിട്ടുള്ളത്. നമുക്ക് വരക്കാലോ അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് വരച്ചു പോവാം. ഓക്കെ, വരച്ചു. എന്ത് ചെയ്ത്? ഇങ്ങോട്ട് എവിടെയോ വെച്ച് കൂട്ടിമുട്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏടെ കൂട്ടിമുട്ടും? 2Fന് അപ്പുറമായിട്ടാണ് നമുക്ക് ആരെ കിട്ടിയിട്ടുള്ളത്? നമ്മളുടെ പ്രതിബിംബത്തിനെ കിട്ടിയിട്ടുള്ളത് അല്ലെ. പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? തല കീഴായിട്ടാണുള്ളത് അല്ലെ, തല കീഴായിട്ടാണുള്ളത്, യഥാർത്ഥമാണ്. പിന്നെ വസ്തുവിനേക്കാൾ വലുതായിട്ടാണ് പ്രതിബിംബം കിട്ടിയിട്ടുള്ളത്. ഇതാണല്ലോ സവിശേഷത അല്ലെ. അപ്പൊ ഇതിനാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ടെക്സ്റ്റിലും നോട്ടിലും ചെയ്തിട്ടുള്ള എല്ലാ റേ ഡയഗ്രവും അല്ലെ, പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം ഒക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വരച്ച് പഠിക്കാനായിട്ട് പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. എന്ത്? നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ. ഇനി എന്താ? നമുക്ക് 11B ക്വസ്റ്റ്യൻ നോക്കാം. 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൽ നിന്നും 28 സെന്റിമീറ്റർ അകലെയായി 12 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വച്ചിരിക്കുന്നു. ഉചിതമായ തോത് ഉപയോഗിച്ച് രേഖാചിത്രം വരയ്ക്കുക. പ്രതിബിംബത്തിന്റെ നീളം അളന്നെഴുതുക. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 20 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും 28 സെന്റിമീറ്ററും ഒക്കെ അളന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നിങ്ങൾ എവിടെയാണ് നമ്മളുടെ പ്രതിബിംബം രൂപീകരിക്കുന്നത് എന്ന് കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ 12 സെന്റിമീറ്റർ അല്ലെ 28 സെന്റിമീറ്റർ എന്നൊക്കെ നമ്മൾ ബുക്കിൽ വരച്ചു കഴിഞ്ഞാൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. കാരണം എന്ത്? 28 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളെ ബുക്ക് കഴിഞ്ഞു. അതിനാണ് ഇവിടെ പറയുന്നത് എന്ത്? ഉചിതമായ തോത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമുക്കറിയാം ഒരു സ്കെയിൽ അല്ലെ, ഇങ്ങനെ സ്കെയിലിൽ കുറേ വരകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ 28 സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 30 സെന്റിമീറ്റർ സ്കെയിലിന്റെ ആകെ ഒരു 2 കട്ട മാത്രമേ ഒഴിവുണ്ടാവൂ. അത്രയും വലിയ പേപ്പർ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് തരാം. അപ്പൊ എന്ത് ചെയ്യുക? ഒരു പേപ്പർ ഇങ്ങനെ 4ആക്കി മുറിച്ചതിന് ശേഷം ലെഫ്റ്റ് റൈറ്റ് മുകളിലോട്ടേക്ക് താഴോട്ടേക്ക് അല്ലെ, പോസിറ്റീവും നെഗറ്റീവും അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാം നിങ്ങൾക്ക് ഗ്രാഫൊക്കെ വരക്കുന്ന അറിയായിരിക്കും അല്ലെ. അപ്പൊ ഒരു സ്കെയിലിൽ എന്താ ഇങ്ങനെ ഓരോ വര കാണും അല്ലെ. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വര 28 ആവുമ്പോൾ നമുക്കൊരു 7, അപ്പൊ 4. അപ്പോൾ ഒരു കള്ളി അല്ലെ, ഒരു കള്ളിമക്ക് 4 സെന്റിമീറ്റർ ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു 7 സെന്റിമീറ്റർ ഒക്കെ നിങ്ങൾക്ക് ഇപ്പുറം കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി? വരച്ച് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അത് നിങ്ങൾ വരച്ചു നോക്കുക. ഓക്കെ. അഥവാ ഇങ്ങനെ വരച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ, അഥവാ നിങ്ങൾക്ക് ആൻസർ ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് മാത്തമാറ്റിക്കൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. 60 സെന്റിമീറ്റർ ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട് അല്ലെ. 28 സെന്റിമീറ്റർ ആണ് അകലെ ഉള്ളത്. അതേപോലെ 12 സെന്റിമീറ്റർ ആണ് വസ്തുവിന്റെ
ഉയരം എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിബിംബത്തിന്റെ നീളം കണ്ടുപിടിക്കാമല്ലോ. യെസ്, നമുക്ക് പറ്റും. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് -20 സെന്റിമീറ്ററിന് കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുത്തിട്ടുണ്ട്? -20 സെന്റിമീറ്ററിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? കോൺകേവ് ലെൻസിൽ നിന്നും 28 സെന്റിമീറ്റർ അകലെയായി, 28 സെന്റിമീറ്റർ അകലെയായാണ് യു എത്ര വരും? -28 സെന്റിമീറ്റർ. സൈനൊക്കെ കൊടുക്കുന്ന ഞാൻ പഠിപ്പിച്ചതാണ്. ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. മൈനസ് ആണല്ലോ വരിക നമ്മളുടെ വസ്തുവിന്റെ ചിഹ്നം. യെസ്, മൈനസ് ഇട്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? HOയും തന്നിട്ടുണ്ട് അല്ലെ? HOയും തന്നിട്ടുണ്ട്. HO എത്രയാണ് തന്നിട്ടുള്ളത്? 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പ്രതിബിംബത്തിന്റെ നീളം കാണണം. പ്രതിബിംബത്തിന്റെ നീളം HI ആണ് കാണേണ്ടത്. HI by HO is equal to V by U. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ HI കാണാൻ അല്ലേ? HI is equal to എന്താ? HO into V by U ആണ് അല്ലേ? HI is equal to HO into V by U. അപ്പൊ HO ഉണ്ട് നമുക്ക്. യെസ്, HO ഉണ്ട്. V ഉണ്ടോ? V ഇല്ല. U ഉണ്ടോ? U ഉണ്ട്. പക്ഷെ V കാണാൻ പറ്റുമല്ലോ നമുക്ക് അല്ലെ? UF ഉണ്ടെങ്കിൽ V കാണാം അല്ലെ? നമുക്ക് V കാണാം. അപ്പൊ ഇക്വേഷൻ ചെയ്താ 1/f is equal to 1/v minus 1/u. 1/-20 is equal to 1/v minus 1/-28. ഈ മൈനസും മൈനസും പോസിറ്റീവ് ആവും അല്ലെ? ഇനി എന്ത് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ട്, അപ്പൊ എന്ത് വരും? 1/-20 minus 1/28 is equal to 1/v. ഇനി എന്ത് ചെയ്യാ? താഴെ സെയിം ആക്കണം അല്ലെ? താഴെ സെയിം ആക്കാൻ 20ന്റെയും 28ന്റെയും 2ല് പോവും. ഇവിടെ 10 പ്രാവശ്യം പോവും, ഇവിടെ 14 പ്രാവശ്യം പോവും. പിന്നെയും 2ല് പോവും, ഇവിടെ 5 പ്രാവശ്യം പോവും, ഇവിടെ 7 പ്രാവശ്യം പോവും. ഇനി ഒന്നിലും പോവില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 5 35, 35 × 2 70, 70 × 2 140 അല്ലെ? 140 വരും. അപ്പൊ ഇവിടെ എത്ര വരും? × 7 ആയിരിക്കും വരിക അല്ലെ? × 7 ചെയ്താണല്ലോ ഇവിടെ വരിക അല്ലെ? അപ്പൊ -7. 28ൽ എത്ര പ്രാവശ്യം? 5 ആണോ? നമുക്ക് നോക്കാം. 8 5 40, 10 14. യെസ്, 5 പ്രാവശ്യം പോലെ. -5 is equal to 1/v. -7 -5 എത്രയാ? -12/140 is equal to 1/v. 1/v ആണിത്. അപ്പൊ v എന്തായിരിക്കും? v is equal to -140/12 എന്ന് കിട്ടും അല്ലെ? -140/12. അതെങ്ങനെ ചെയ്യാം? നമുക്ക് ചെയ്ത് നോക്കാം. -140/12. 14ൽ 12 ഒരു പ്രാവശ്യം പോവും. 2 ബാലൻസ് 20. എത്ര പ്രാവശ്യം പോവും? ഇതും ഒരു പ്രാവശ്യം പോവും. 11. 9 ബാലൻസ്. പോയിന്റ് ഇട്ട് 0 ഇറക്കിയിട്ട് എത്ര പ്രാവശ്യം പോവും? 6 പ്രാവശ്യം പോവും അല്ലെ? എത്ര പ്രാവശ്യം പോവും? 72 എന്ന് കിട്ടും അല്ല? അപ്പൊ ആൻസർ V എത്രയാണ് നമുക്ക് കിട്ടുക? -11.6. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺകേവ് ലെൻസ് ഒക്കെ കോൺകേവ് ലെൻസ് ഒക്കെ വെച്ച് വരച്ച് ഇതൊക്കെ അളന്ന് വരക്കുകയാണെങ്കിൽ V കിട്ടുക, അതായത് ഇമേജ് കിട്ടുക -11.6 സെന്റിമീറ്ററിലാണ് കേട്ടോ. എത്രയാണ്? -11.6 സെന്റിമീറ്ററിലാണ് ആര് കിട്ടാൻ? നമുക്ക് വിനെ കിട്ടാം. ഇനി എന്തായാലും നമുക്ക് കാണേണ്ടത് HI അല്ലെ? ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിന്റെ നീളം. HI എങ്ങനെ കാണാം? HO × V by U അല്ലെ? HI is equal to HO എത്രയാണ്? 12 × V എത്രയാണ്? -11.6 by U എത്രയാണ്? -28 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുക, കാൽക്കുലേറ്റ് ചെയ്യണോ ഞാൻ? നിങ്ങൾ ചെയ്തോളൂല്ലേ? ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പൊ 12ഉം 28ഉം അല്ലെ? 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 × 3 × -11.8 by 28 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ഉം 3ഉം 4ഉം അല്ലെ? 7 × 4 വരും. ഇപ്പൊ 4ഉം 4ഉം പോയി 3/7ഉം പിന്നെ ഇൻറ്റു ഒരു -11.8ഉം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -4.9. എത്രയാണ്? -4.9 ആണ് കിട്ടുക. മൈനസ് അല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ മൈനസ് എന്താവും? പോസിറ്റീവ് ആയിട്ട് +4.9. എത്രയാണ് കിട്ടുക? പ്രതിബിംബത്തിന്റെ നീളം എത്ര കിട്ടും? 4.9 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ബിയും കഴിഞ്ഞല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു 11th A ആണ് കുറച്ചും കൂടി എളുപ്പം. കാരണം ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചതാണ്. 11B ഡയറക്റ്റ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്താ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് അല്ലേ? എന്തായിരിക്കും വരിക എന്നൊക്കെ ഉള്ളത്.
നിങ്ങൾ ഇഷ്ടമുള്ളതെന്നല്ല, എളുപ്പമുള്ളത് നോക്കി എഴുതാം കേട്ടോ. 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 12, 13 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും 3 സ്കോർ വീതം. ഓക്കെ, അപ്പൊ നോക്കാം. 12A, ചിത്രം നിരീക്ഷിക്കുക. തന്നിരിക്കുന്ന ചിത്രത്തിൽ L എന്നത് ലെൻസിനെ സൂചിപ്പിക്കുന്നു. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്? ഉത്തരം സാധൂകരിക്കുക. ഏതായിരിക്കും ഈ ഒരു ലെൻസ്? ഉറപ്പായിട്ടും നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താ? കോൺവെക്സ് ലെൻസ് ആണ്. കാരണം ഇത് സംരചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്ത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന ലെൻസിന്റെ 2Fനപ്പുറം വസ്തു വെച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം ഏതാണ്? ഇവിടെ എഫും ഇവിടെ 2F ആണെന്ന് വിചാരിക്കുക. അപ്പൊ 2Fന് അപ്പുറം അല്ലെ, 2Fന് അപ്പുറമാണ് നമ്മൾ വെച്ചതെങ്കിൽ, 2Fന് അപ്പുറമാണ് വെച്ചതെങ്കിൽ എവിടെയാ നമുക്ക് പ്രതിബിംബം ഉണ്ടാവുന്നത്? എഫിനും 2Fനും ഇടയിലായിട്ടായിരിക്കും അല്ലെ. ഇവിടെ എഫും ഇവിടെ 2F ആണെങ്കിൽ നമുക്ക് പ്രതിബിംബം ഉണ്ടാവുന്നത് എന്താ? എഫിനും 2Fനും ഇടയിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, പ്രതിബിംബം ഉണ്ടാകുമെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയായിരിക്കും? തല കീഴായിട്ടായിരിക്കും ഉണ്ടാവുക, യഥാർത്ഥമായിരിക്കും, പിന്നെ എന്താണ്? വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും അല്ലെ. വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും നമ്മളുടെ കിട്ടിയിട്ടുള്ള പ്രതിബിംബം. അപ്പൊ നമുക്ക് എന്താ? 3 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലെൻസിന്റെ മുഖ്യ ഫോക്കസിനപ്പുറം ഒരു വസ്തു വച്ചപ്പോൾ ലഭിച്ച പ്രതിബിംബത്തിന്റെ ആവർത്തനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ 1.3 ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ആവർത്തനം അല്ലെ. എം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? +1/3 ആണ്. ഇത് ഏത് തരം ലെൻസ് ആണ്? സാധൂകരിക്കുക. ഏത് തരം ലെൻസ് ആണെന്നാണ് ചോദിച്ചത്. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനേക്കാൾ ചെറുതാണല്ലോ അല്ലെ. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനേക്കാൾ ചെറുതാണ്. അതേപോലെ ഇവിടെ എന്താ? പ്ലസ് ചിഹ്നമാണ് ഉള്ളത് അല്ലെ. പ്ലസ് ചിഹ്നമാണ് ഉള്ളത്. ഒന്നിനേക്കാൾ ചെറുതാണ് ആവർത്തനമെങ്കിൽ, ഒന്നിനേക്കാൾ ചെറുതാണ് ആവർത്തനമെങ്കിൽ അല്ലെ, ഏത് ലെൻസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും? കോൺകേവ് ആണ് അല്ലെ. കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആണ്. കാരണം എന്താ? കോൺകേവ് ലെൻസ് ചെറിയ തരം എന്തിനെയാണ് ഉണ്ടാക്കുന്നത്? പ്രതിബിംബത്തിനെയാണ് രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വസ്തു 2Fൽ വച്ചിരിക്കുകയാണെങ്കിൽ പ്രതിബിംബം രൂപീകരണത്തിന്റെ രേഖാചിത്രം വരക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. എഫ് ഉണ്ട്, 2F ഉണ്ട്. എഫ് ഉണ്ട്, 2F ഉണ്ട്. അതിപ്പോൾ 2 സൈഡിലും എഫും 2Fും ഉണ്ട്. വസ്തു 2Fലാണ് വെച്ചിട്ടുള്ളത്. വസ്തുവിനെ 2Fലാണ് വെച്ചിട്ടുള്ളത്. കോൺകേവ് ലെൻസ് ആണ്, കോൺവെക്സ് ആണെന്ന് വിചാരിച്ചിട്ട് 2Fൽ തന്നെ വരച്ചു വെക്കണ്ട. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺകേവ് ലെൻസിൽ എവിടെ വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പ്രതിബിംബത്തിന് കിട്ടുക? ലെൻസിന്റെയും ഫോക്കസിന്റെയും ഇടയിലാണ് പ്രതിബിംബത്തിനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് കണക്കായിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ ലെൻസിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് വിഭ്രജിച്ചാണ് പോവുക അല്ലെ. വിഭ്രജിച്ച് പോയി ഇതിങ്ങനെ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോകും. അടുത്തത് പ്രകാശിക കേന്ദ്രത്തിലൂടെയാണ് കടന്നു പോകുക. അപ്പൊ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? കൂട്ടിമുട്ടും അല്ലെ. ഇവിടെ വെച്ച് കൂട്ടിമുട്ടി നമുക്ക് ഇവിടെയാണ് എന്തിനു കിട്ടുന്നത്? പ്രതിബിംബത്തിനെ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. തന്നിട്ടുള്ള ഗ്രാഫിൽ O മുതൽ A വരെയുള്ള ഭാഗത്തിന്റെ ദൂരം 60 മീറ്ററും സഞ്ചരിക്കാനെടുത്ത സമയം 0.2 സെക്കൻഡുമാണ് എങ്കിൽ 2 തരംഗം തന്നിട്ടുണ്ട് അല്ലെ. 2 തരംഗം തന്നിട്ടുണ്ട്. രണ്ടും സഞ്ചരിക്കുന്ന ദൂരം 60 മീറ്റർ. എത്ര സമയം കൊണ്ട്? 0.2 സെക്കൻഡ് കൊണ്ടാണ് രണ്ടും 60 മീറ്റർ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ തരംഗത്തിന്റെയും ആവൃത്തി കണ്ടെത്തുക. ഓരോ തരംഗത്തിന്റെയും ആവൃത്തി കണ്ടെത്തുക. ഇതിപ്പോ 0.2 സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച്. ഇതിപ്പോ ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക് 1 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? ആവൃത്തി 1, 2, 3. വെറുതെ ഈ സൈക്കിളിന്റെ എണ്ണം അങ്ങ് കൗണ്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ 1 ആണോ? അല്ല. എന്താണ്? 0.2 സെക്കൻഡോടാണ്. അപ്പൊ എന്താ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആവൃത്തി കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമ്മൾ ആവൃത്തി കാണാനായിട്ട്. ആവൃത്തി കാണാം. നമുക്കറിയാം V = F × ലാംഡയാണ്. അപ്പൊ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? F = V/λ ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പൊ എഫ് കാണാൻ വിന്റെ ആവശ്യമുണ്ട്, ലാംഡന്റെ ആവശ്യമുണ്ട് അല്ലെ. V
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ പ്രവേഗമാണ് അല്ലേ. വി എങ്ങനെയാ കാണുക, വി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ആദ്യത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, 60 മീറ്റർ ആണല്ലോ. യെസ്, 60 മീറ്റർ. വി 1 എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആദ്യത്തേതായോണ്ട് 60 ബൈ സമയം എത്രയാ, 0.2 അല്ലേ, 0.2. പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റു 10 ഇൻറ്റു 10, അപ്പം എന്ത് വരും, 600/2 ഈക്വൽ ടു എന്ത് വരും, 300 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി രണ്ടാമത്തേൻ്റെയും കാണുക, രണ്ടാമത്തേൻ്റെയും എന്ത് തന്നെയാണ് വരിക, ഇത് തന്നെയാണ് വരിക അല്ലേ, കാരണം സെയിം ദൂരമാണ് സെയിം സമയത്ത് സഞ്ചരിക്കുന്നത്. അപ്പം അതും എന്ത് ചെയ്യും, 600/0.2 തന്നെ വരും അല്ലേ. 600/2 വരും, എത്ര വരും, 300 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടി. ഓക്കെ, രണ്ടിൻ്റെയും പ്രവേഗം എന്ത് കിട്ടി, സെയിം തന്നെയാണ് കിട്ടിയത്. ഇനി ആരെയാ വേണ്ടത്, നമുക്ക് ലാംഡേനെ വേണം അല്ലേ, ലാംഡേനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ദൂരം അല്ലേ, അല്ലെങ്കിൽ ഇവിടം തൊട്ട് എന്താണ്, ഇവിടം വരെയുള്ള ദൂരം, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ലാംഡ. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 1 2 3 അല്ലേ. അപ്പൊ ഇവിടെ എത്രയാണ്, 3 അല്ലേ. ഇവിടെയോ 1 2 അല്ലെ, ഇവിടെ എത്രയാണ്, 2 ആണ്, ഇവിടെ 3 ആണ്. സഞ്ചരിച്ച ദൂരം എത്ര, 60 അല്ലേ. അപ്പോൾ ഓരോ തരംഗ ദൈർഘ്യം എന്താ, തുല്യമായിരിക്കുമല്ലോ. 60 ഇതിന്റെ മൊത്തം നീളമെങ്കിൽ അല്ലേ, 60 ഇതിന്റെ മൊത്തം നീളമെങ്കിൽ ഇത് മാത്രം എത്രയായിരിക്കും, ഇത് 3 ഉള്ളത് അല്ലേ. അപ്പൊ 60/3, 60/3 എത്ര വരും, 30 എന്ന് കിട്ടും അല്ലെ. 60/3 30 എന്ന് കിട്ടും. പിന്നെ ഇവിടെ 30 അല്ല, 20 എന്ന് കിട്ടും അല്ലെ, 20 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ എത്രയാണ്, 60/2 കിട്ടും അല്ലെ. 60/2 എത്ര കിട്ടും, ഇവിടെ 30 എന്ന് കിട്ടും അല്ലെ, ഇവിടെ 30 അല്ലെ. 20 20 20 അങ്ങനെയാണ് 60 വരുന്നത്. ഇവിടെയോ 30 30 അങ്ങനെയാണ് ഇവിടെ 60 വരുന്നത്. അപ്പൊ ലാംഡ കിട്ടി അല്ലെ. ലാംഡ 1 എത്രയാണ്, 20. ലാംഡ 2 എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 30. അങ്ങനെയാണ് F1 കാണാലോ, ആദ്യത്തതിൻ്റെ അല്ലെ, ആദ്യത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും, V/ലാംഡ. V എത്രയാണ്, 300 ബൈ ലാംഡ 1 എത്രയാണ്, 20. 30/2 15 ഹെർട്സ് എന്ന് കിട്ടും. ആദ്യത്തെ ഫ്രീക്വൻസി ആവൃത്തി എത്രയാ, 15 ഹെർട്സ്. രണ്ടാമത്തെ കാണാ, F2 is equal to V എത്രയാണ്, 300 ബൈ ലാംഡ എത്രയാണ്, 30. അപ്പോൾ 30/3 എത്ര കിട്ടും, 10 ഹെർട്സ് എന്ന് കിട്ടും അല്ലെ, 10 ഹെർട്സ് എന്ന് കിട്ടും. തരംഗങ്ങളുടെ പ്രവേഗം താരതമ്യം ചെയ്യുക. തരംഗങ്ങളുടെ പ്രവേഗം താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, രണ്ടും ഒരേ തരംഗ ദൈർഘ്യമാണ്, ഒരേ പ്രവേഗമാണ് അല്ലെ, ഒരേ പ്രവേഗമാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, ഇനി എന്താണ് 13B ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. ഒരു പലകയിൽ ആണികൾ ഉറപ്പിച്ച ശേഷം അവയിൽ ഒരേ കനമുള്ള കോപ്പർ കമ്പികൾ സമാന വലിവ് ബലത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഓരോ കമ്പിയിലും ഓരോ പേപ്പർ റൈഡർ ഉണ്ട്. 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിൻ്റെ തണ്ട് പലകയിൽ അമർത്തിയപ്പോൾ ബി എന്ന കമ്പിയിലെ പേപ്പർ റൈഡർ മാത്രം തെറിച്ചുപോയി. ഇവിടെ ഒരു പലകയുണ്ട്, ആ പലകയിൽ ഒരു ആണി ഉപയോഗിച്ചിട്ട് എന്താ, ഒരു കോപ്പർ കമ്പികൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഒരു പേപ്പർ കഷ്ണം, പേപ്പർ റൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ കുത്തിവെച്ചപ്പോൾ ബി എന്ന് പറയുന്നതിലുള്ള പേപ്പർ റൈഡർ എന്ത് ചെയ്ത്, തെറിച്ചുപോയി. ബി എന്ന് പറയുന്നതിലുള്ള തെറിച്ചുപോയി. അങ്ങനെയാണ് ബി എന്ന കമ്പിയുടെ ആ സ്വാഭാവിക ആവൃത്തി എത്രയായിരിക്കും, ബി എന്ന കമ്പിയുടെ സ്വാഭാവിക ആവൃത്തി എത്രയായിരിക്കും, ഇത് തെറിച്ച് പോവണമെങ്കിൽ അല്ലെ, ഇത് തെറിച്ച് പോവണമെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പനം ചെയ്തിട്ടുണ്ടാവും അല്ലെ. കമ്പനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആവൃത്തിയും തുല്യമാവണം അല്ലെ. അപ്പം അത് എത്രയായിരിക്കും, 512 ഹെർട്സ് ആയിരിക്കും. എ എന്ന കമ്പിയുടെ സ്വാഭാവിക ആവൃത്തി ബി എന്ന കമ്പിയുടെ സ്വാഭാവിക ആവൃത്തിയെ അപേക്ഷിച്ച് എത്രയായിരിക്കും,
എന്റെ സ്വാഭാവിക ആവൃത്തി എന്തായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? യെസ്, എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ബി എന്ന കമ്പിനേക്കാൾ നീളം കൂടുതലാണ് എ എന്ന കമ്പിക്കുള്ളത്. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക. ഏതൊക്കെ ഘടകങ്ങൾ? നീളമുണ്ട് അല്ലെ, ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അല്ലെ, അതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ, കുറേ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. നീളം, ആകൃതി, വലിപ്പം അല്ലെ, എന്തൊക്കെയോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക കേട്ടോ. ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതിയാൽ മതി. നീളമോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള വസ്തുവിന്റെ സ്വഭാവത്തിനനുസരിച്ചോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാലും മതി. ഓക്കെ, അടുത്തേതാ 14ാമത്തെ ക്വസ്റ്റ്യൻ. സൗരവികിരണങ്ങളിൽ ദൃശ്യപ്രകാശത്തെ കൂടാതെ അനേകം വികിരണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. സൂര്യരശ്മികളെ താപത്തിന് കാരണമായ വികിരണം ഏതാണ്? എന്താണ്? സൂര്യരശ്മിയുടെ താപത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് ഏതൊക്കെ വരുന്നുണ്ട്? നമുക്ക് ഇൻഫ്രാറെഡ് അല്ലെ, ഇൻഫ്രാറെഡും വരുന്നുണ്ട്, അൾട്രാ വയലറ്റ് റേസും അല്ലെ, ഇൻഫ്രാറെഡ് കിരണങ്ങളും അൾട്രാ വയലറ്റ് വികിരണങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇൻഫ്രാ അല്ലെ, ഇൻഫ്ര എന്തിനാണ്? ചൂട് അല്ലെ, ചൂട് അല്ലെങ്കിൽ താപത്തിന് കാരണമാവുന്നു. അൾട്ര എന്തിനാണ്? നമ്മളുടെ വൈറ്റമിൻ ഡി തരുന്നു അല്ലെ, നമ്മൾ നോക്കിയ കാര്യമാണ്. അപ്പോൾ താപത്തിന് കാരണമായിട്ടുള്ള ഇതിൽ ആരായിരിക്കും? ഇൻഫ്രാറെഡ് വികിരണം ആയിരിക്കും. ശരീരത്തിലെ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കാൻ സാധിക്കുന്ന ആരാണ്? നമ്മളുടെ അൾട്രാ വയലറ്റ് വികിരണമാണ്. നിങ്ങൾ കണ്ടെത്തിയ വികിരണങ്ങളുടെ ശൂന്യതയിലൂടെയുള്ള വേഗത എത്രയാണ്? യെസ്, നമ്മൾ പഠിച്ചതാണ്. എത്രയാണ്? 3×10⁸ മീറ്റർ/സെക്കൻഡ് അല്ലെ, ഇത്രയുമാണ് അതിന്റെ വേഗത. ഓക്കെ, ഇനി എന്താ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫിനും ലെൻസിനും ഇടയിൽ ഒ ബി എന്ന വസ്തു വെച്ചിരിക്കുന്നു. തന്നിട്ടുള്ള ചിത്രം പൂർത്തീകരിക്കുക. ഈ ഒരു കേസ് നമ്മൾ വെറന്നെയായിട്ട് പഠിച്ചൊരു കേസാണ് അല്ലെ. കാരണം എന്താ? കോൺവെക്സ് ലെൻസിന് ഒറ്റൊരു കേസിൽ മാത്രമാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് മിഥ്യാ പ്രതിബിംബം കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലെ. പ്രതിബിംബത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ്? മിഥ്യയാണ്, നിവർന്നതാണ്, പിന്നെ നമ്മളുടെ എന്താ വസ്തുവിനേക്കാൾ വലിപ്പം കൂടിയതുമാണ് അല്ലെ. സിമ്പിൾ ആണല്ലോ അല്ലെ. 3 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. 16ാമത്തെ, ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമെന്നറിയാമല്ലോ. നിങ്ങൾ ഒരു മൈക്രോസ്കോപ്പ് നിർമ്മിക്കുകയാണെങ്കിൽ ഐപീസായും ഒബ്ജക്റ്റീവായും ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസുകളുടെ ഫോക്കസ് ദൂരം എപ്രകാരമായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐപീസ് ലെൻസും ഉണ്ട്. ഒബ്ജക്റ്റീവും ഐപീസും, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം അല്ലെ, ഫോക്കസ് ദൂരം എന്തായിരിക്കും? കുറവായിരിക്കും. ഐപീസ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ടെലസ്കോപ്പിന്റെ ആണെങ്കിൽ ഐപീസിന് ചെറുതും ഒബ്ജക്റ്റീവ് ലെൻസിന് വലുതുമായിരിക്കും അല്ലെ. ഇതെന്താണ്? മൈക്രോസ്കോപ്പ് ആണ്. അതുകൊണ്ട് എന്താണ്? ഐപീസിന്റെയും ഒബ്ജക്റ്റീവ് ഫോക്കസിന്റെ ദൂരം തുല്യമാണോ? അല്ല. ഐപീസിന്റെയും ഒബ്ജക്റ്റീവിന്റെയും ഫോക്കസ് ദൂരം വളരെ ചെറുതാണ്. അല്ല. ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരം ഐപീസിന്റെ ഫോക്കസ് ദൂരത്തേക്കാൾ വലുതാണ്. ആണോ? അല്ല. ഐപീസിന്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരത്തേക്കാൾ വലുതാണ്. അതാണ് കറക്റ്റ് ഉത്തരം. ഒരു മൈക്രോസ്കോപ്പിൽ ചെറിയ ഒരു വസ്തുവിനെ വലുതായി വലുപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്ന വിധം വിശദീകരിക്കുക. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വിശദീകരിച്ച കാര്യമാണ് അല്ലെ. നമുക്ക് എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഐപീസ് ലെൻസ് ഉണ്ട് അല്ലെ. F0 എന്നായിരുന്നു എന്ത് സൂചിപ്പിച്ചിട്ടുള്ളത്? നമ്മളുടെ സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ എന്തിയാ? ഇവിടെ ഒരു വസ്തുവിനെ വെച്ച് ഇങ്ങനെ പോയി നമ്മളുടെ ഫോക്കസിലൂടെ കൂട്ടിമുട്ടി ഇവിടെ ഇങ്ങനെ നമുക്ക് എന്തിനെ കിട്ടി? ഒരു പ്രതിബിംബത്തിന് കിട്ടി. പിന്നെ ഈ പ്രതിബിംബം ഈ ഒരു ലെൻസിന്റെ എന്തായിട്ട് മാറും? ഒരു വസ്തുവായി മാറി ഇങ്ങനെ പോയി നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രതിബിംബം കിട്ടും അല്ലെ. അപ്പൊ ചെറുത് വെച്ചിട്ട് നമുക്ക് വലിയൊരു പ്രതിബിംബത്തിനെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എന്താ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്ത് നമ്മളുടെ മൈക്രോസ്കോപ്പ് ചെറിയൊരു വസ്തുവിനെ വലുതായിട്ട് കാണിക്കുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആണ്. ഒരു വസ്തു ലെൻസിൽ നിന്ന് 15 സെന്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. വ്യക്തമായ പ്രതിബിംബം സ്ക്രീനിൽ ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണമെന്ന് കണക്കാക്കുക. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏത് ലെൻസ് ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്ക്രീനിൽ ലഭിക്കുക ആരായിരുന്നു? നമ്മളുടെ കോൺവെക്സ് ലെൻസ് ആയിരുന്നു അല്ലെ.
10 സെന്റിമീറ്റർ ആണ് എന്ത് ഫോക്കസ് ദൂരം തന്നിട്ടുള്ളത് അല്ലെ. 10 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം തന്നിട്ടുള്ളത്. ഓക്കെ, 15 സെന്റിമീറ്റർ അകലെയാണ് എന്ത് ചെയ്യുന്നത് വസ്തു സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ യു എന്തായിരിക്കും -15 സെന്റിമീറ്റർ. പിന്നെ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണം അല്ലെ. സ്ക്രീൻ എത്ര അകലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ ആയിരിക്കും നമ്മളുടെ പ്രതിബിംബം ഉണ്ടാകുന്നത്. അപ്പൊ വി ആണ് നമ്മൾ കാണുന്നത്. ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/f = 1/v - 1/u. 1/10 1/10 = 1/v - 1/-50. മൈനസും മൈനസും പോസിറ്റീവായി ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും മൈനസ് ആവും അല്ലേ. -1/50 = 1/v. ഇനി എന്ത് ചെയ്യണം ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ചെയ്യണം അല്ലെ. 10 ഉണ്ട് 15 ഉണ്ട്. 5 പോലെ 2ഉം 3ഉം 3 2 6 6 5 30. അപ്പൊ 30 ആണ് താഴെ വരിക. ഇവിടെ ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ 3 മൈനസ് ഇവിടെ എന്ത് വരും 2 വരും അല്ലെ. അപ്പൊ ഇവിടെയും 2 വരും. -2 = 1/v. 3 - 2 എത്ര വരും 1/30 = 1/v. അപ്പൊ v എന്തായിരിക്കും 30 സെന്റിമീറ്റർ. v എന്തായിരിക്കും 30 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്താ കണ്ടത് വസ്തുവിന്റെ ഉയരം 1.2 സെന്റിമീറ്റർ ആണെങ്കിൽ സ്ക്രീനിൽ ദൃശ്യമാകുന്ന പ്രതിബിംബത്തിന്റെ ഉയരം അല്ലെ hi/ho = എന്താണ് v/u ആണ്. hi ആണ് കാണേണ്ടത് അല്ലെ. hi = ho × v/u ആണ്. ho × v/u ആണ്. അപ്പൊ ho എത്ര ഇവിടെ തന്നിട്ടുള്ളത് ho = 1.2 തന്നിട്ടുണ്ട്. v എത്രയാണ് 30 എന്ന് നമുക്കിപ്പൊ കിട്ടി. u എത്രയാണ് -15 -15. അപ്പൊ 30 15ൽ 2 പ്രാവശ്യം പോകില്ലേ. അപ്പൊ 1.2 × 2 എത്ര വരും 2.4. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ മൈനസ്. അപ്പൊ -2.4 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ് 4 സ്കോർ ആണ് കൊടുത്തിട്ടുള്ളത്. എ ക്വസ്റ്റ്യനും ഉണ്ട് ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഏതാണ് നിങ്ങളെ സൗകര്യം നോക്കിയിട്ട് അതിന് ആൻസർ ചെയ്യാം. ഒരു ക്ലാസ് മുറിയിൽ 320 ഹെർട്സ് സ്വാഭാവിക ആവൃത്തിയുള്ള ഒരു മേശയും അതേ പരപ്പരമുള്ള അതേ വസ്തു കൊണ്ട് നിർമ്മിച്ചതുമായ മറ്റൊരു മേശയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 320 ഹെർട്സ് ആവൃത്തിയുള്ള മേശയിൽ തട്ടിയാൽ ഒരു സെക്കൻഡിൽ മേശ എത്ര പ്രാവശ്യം കമ്പനം ചെയ്യും. 320 എന്ന് പറയുന്നത് ആ മേശന്റെ ആവൃത്തിയാണ് അല്ലെ. അപ്പൊ കമ്പനം ചെയ്യാന്ന് പറയുന്നത് എന്താ അത്രയും പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ടാവും കമ്പനം ചെയ്യുന്നുണ്ടാവും അല്ലെ. എത്രയാണോ അതിന്റെ ആവൃത്തിയുള്ള അതെത്രേ പ്രാവശ്യം അത് കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പോൾ 320 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് കമ്പനം ചെയ്യുന്നുണ്ട്. 256 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിന്റെ തണ്ട് ഒന്നാമത്തെ മേശയിൽ വയ്ക്കുമ്പോൾ ഏത് തരം കമ്പനമാണ് ഉണ്ടാകുന്നത്. ഏത് തരം കമ്പനമാണ് നമ്മൾ പുറമേ നിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പ്രണോദിത കമ്പനമായിരിക്കും. ഇതേ ട്യൂണിംഗ് ഫോർക്ക് രണ്ടാമത്തെ മേശയിൽ അമർത്തിയപ്പോൾ ആ മേശയിൽ നിന്നും ശബ്ദം വളരെ കൂടിയ ഉച്ചത്തിൽ കേട്ടു എങ്കിൽ ആ മേശയുടെ സ്വാഭാവിക ആവൃത്തി എത്ര. നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. എത്രയായിരിക്കും അതിന്റെ സ്വാഭാവിക ആവൃത്തി 256 അത് കുത്തിയപ്പോൾ എന്താ ശബ്ദം ഉച്ചത്തിൽ കേട്ടെന്നെങ്കിൽ എന്ത് പറയാനായിട്ട് പറ്റും നമുക്ക് അതിന്റെ രണ്ടിന്റെയും തുല്യമായിട്ടുണ്ട് അല്ലെ. ഒരു അനുനാദത്തിലായിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും 256 ഹെർട്സ് തന്നെയായിരിക്കും ഇവരെയും എന്തെന്ന് നമ്മളുടെ ആവൃത്തി എന്ന് പറയുന്നത്. ഇനി 18b നോക്കൂ. വായുവിലൂടെ 350 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ തരംഗദൈർഘ്യം 70 മീറ്റർ ആണെന്ന് കണ്ടെത്തിയെങ്കിൽ ഈ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ. സാധൂകരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് മനുഷ്യന് കേൾക്കാനാവുന്നത് 20 ഹെർട്സിന്റെയും 20,000 ഹെർട്സിന്റെയും ഇടയിലുള്ള ആവൃത്തിയാണ് നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാനാവുന്നത്. അങ്ങനെയാണെങ്കിൽ 350 മീറ്റർ/സെക്കൻഡ് വേഗമുള്ള 70 മീറ്റർ തരംഗ ദൈർഘ്യമുള്ള ആ ഒരു ശബ്ദത്തിനെ നമുക്ക് കേൾക്കാനാവുമെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം എത്രയാണ് എഫ് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. എഫ് v = f ലാംഡ ആണ്. അപ്പൊ എഫ് എന്തായിരിക്കും v/λ ആണ്. ഇവിടെ v എത്രയാണ് 350 ആണ്. ലാംഡ എത്രയാണ് 70 ആണ്. അപ്പൊ 350/70 5 ഹെർട്സ് എന്ന് കിട്ടും അല്ലെ. 5 ഹെർട്സ് എന്ന് കിട്ടും. 5 ഹെർട്സ് 20ന്റെയും 20,000ന്റെയും ഇടയിലാണോ വരുന്നത്. അല്ല. അപ്പൊ ഇത് മനുഷ്യന് കേൾക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ മനുഷ്യന് കേൾക്കാനായിട്ട് സാധിക്കുന്നത് 20 ഹെർട്സിന്റെയും 20,000 ഹെർട്സിന്റെയും ഇടയിലുള്ളതാണ്. 5 ഹെർട്സ് ഇതിനിടയിൽ വരുന്നതല്ല. അതുകൊണ്ട്
കേൾക്കാനായിട്ട് സാധിക്കില്ല. ഇത്തരം ശബ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് ഇത്തരം ശബ്ദം അറിയപ്പെടുന്നത്? അല്ലെ, ഇൻഫ്രാറെഡ് അല്ലെ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ശ്രവണ പരിധി എത്രയായിരിക്കും? 20 ഹെർട്സിന്റെയും 20,000 ഹെർട്സിന്റെയും ഇടയിൽ അല്ലെ, 20 ഹെർട്സിന്റെയും 20,000 ഹെർട്സിന്റെയും ഇടയിൽ. ശ്രവണ പരിധിയേക്കാൾ കൂടിയ ആവൃത്തിയുള്ള ശബ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? അൾട്രാ അല്ലെ, അൾട്രാസോണിക് തരംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നൂടാന്നൊന്നും ഇല്ല, വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ നല്ല വൃത്തിയിൽ ഇതുവരെ എടുത്ത്, അതായത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പകുതി ഭാഗം വരെ ആയിരിക്കും മിക്കവാറും എക്സാമിൽ ഉണ്ടാവാൻ ചാൻസ്. അപ്പൊ അതുവരെ നല്ല വൃത്തിയിൽ പഠിച്ചിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.